നമുക്കിപ്പം ചൈൽഡ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് ചേരുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടർ ജയപ്രകാശ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ താങ്കളുടെ നിരീക്ഷണത്തിലുണ്ടാകുമല്ലോ ഇത്തരം കുട്ടികൾ വല്ലാതെ വയലൻ്റ് ആവുന്നതും ഇതേപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു വാസന ഉണ്ടാവുന്നതും അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുന്നുണ്ടോ ഡോക്ടർ ജയപ്രകാശ്? തീർച്ചയായിട്ടും ഈ കുട്ടികളിലും കൗമാരക്കാരിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലുമുള്ള യൂത്തിലുമുള്ള കുറ്റവാസന പഴയ കാലത്തെക്കാളും ഒരു 25 വർഷത്തിന് മുമ്പോ 30 വർഷത്തിന് മുമ്പുള്ള അവസ്ഥയെക്കാളും കൂടുതലായിട്ട് വരുന്ന ഒരു ക്ലിനിക്കൽ അനുഭവമുണ്ട് ഈ ക്ലിനിക്കൽ പ്രാക്ടീസിൽ. പക്ഷെ നമ്മൾ ലിറ്ററേച്ചറിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഈ കുറ്റവാസനയുള്ള കുട്ടികളുടെ സ്വഭാവ രീതികളും അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് നേരത്തെ കൂട്ടി സൂചനകൾ കുട്ടിയുടെ സ്വഭാവ നിരീക്ഷണത്തിൽ നടത്തി കണ്ടെത്താൻ കഴിയുന്നതും ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ ഒരു 10 കൊല്ലത്തിന് മുമ്പ് കുട്ടികളുടെ കുറ്റവാസനയെ സംബന്ധിച്ചൊരു ഗവേഷണം നടത്തിയിരുന്നു. SIT ആശുപത്രിയിൽ ബിഹേവിയർ പീഡിയാട്രിക്സ് യൂണിറ്റിൽ 300 കുട്ടികളെ എടുത്തിട്ട് 18 വയസ്സിൽ താഴെയുള്ള 300 കുട്ടികളെ OPയിൽ വരുന്ന കുട്ടികളെ എടുത്തിട്ടാണ് നമ്മൾ പഠനം നടത്തിയത്. അപ്പോൾ അതിൽ പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ലിറ്ററേച്ചറിൽ തന്നെ പറയുന്നത് ജീവശാസ്ത്രപരമായ കാരണങ്ങൾ, അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങൾ. ജീവശാസ്ത്രപരമായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്കറിയാവുന്നത് സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഈസ് ആൾസോ ഇൻഫ്ലുവൻസിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ എ പർട്ടിക്കുലർ മാനർ. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമുക്ക് ലിറ്ററേച്ചറിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കുട്ടികൾ ഇവിടെ സമൂഹത്തിൽ ഡോക്ടറെ കേൾപ്പിക്കാം. ഡോക്ടർക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. അതിലൊന്ന്, ഈ സംഭവം നടന്നതിന് ശേഷം ഈ വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കാൻ പോകുന്ന, നമ്മൾ സാധാരണ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണല്ലോ അതിനെ സാങ്കേതികമായി പറയേണ്ടത്, നിയമവുമായി വിയോജിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഒരർത്ഥത്തിൽ പറഞ്ഞത്. അപ്പോൾ നിയമസംഘർഷത്തിൽപ്പെട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവരെ കുട്ടികൾ തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എത്രമാത്രം നിർവികാരമായിട്ട് ഇൻസെൻസിറ്റീവായിട്ടാണ് ഈ കുട്ടികൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അതൊന്ന് കേൾക്കാം. ഇൻസ്റ്റാഗ്രാം ചാറ്റിലെ ആ ശബ്ദ സന്ദേശം. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. ഡോക്ടർ ജയപ്രകാശ്, 15 വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത്. ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞതാണ്. അവൻ്റെ കണ്ണ് ഇപ്പോൾ കണ്ടില്ലേ എന്നാണ്. ഇടിച്ച് ഒരു പരുവാക്കിയതിന് ശേഷം പറയുന്നതാണ് ഈ കുട്ടി. 15 വയസ്സുള്ളൊരു കുട്ടിക്ക് മറ്റൊരാളെ ഇടിച്ച് കൊല്ലാനും മറ്റൊരു വാട്സപ്പ് സന്ദേശമുണ്ട്. ആ വാട്സപ്പ് സന്ദേശം ഞാൻ കേൾപ്പിക്കാം. അതാണ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസെൻസിറ്റീവായിട്ടൊരു കുട്ടി സഹപാഠിയുടെ കണ്ണുപോലും, അല്ലെങ്കിൽ അത്രയും മാരകമായി ആക്രമിച്ച് അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് മാറുന്നത് ഡോക്ടർ ജയപ്രകാശ്? അത് ഇപ്പോൾ ഈ കമൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു മാനസികാവസ്ഥ, അതിനുശേഷം കുറ്റകൃത്യത്തിന് ശേഷം ഉണ്ടാകുന്ന മാനസികാവസ്ഥ, കുറ്റകൃത്യത്തെക്കുറിച്ചിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെ വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ ഒരു ചെയ്ത കുറ്റത്തിന്മേൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുറ്റകൃത്യത്തിന് ശേഷവും അതൊരു കുറ്റമായി കാണുന്നില്ല, എന്നാൽ തൻ്റെ വിജയമാണ് അല്ലെങ്കിൽ താൻ വിചാരിച്ചതുപോലെ നടത്തിയെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. അതിന് സൈക്കോപ്പതിക് മൈൻഡ് എന്ന് തന്നെയാണ് നമ്മൾ ക്ലാസിക്കലായിട്ട് പറയുന്നത്. അത്തരത്തിലുള്ള പിന്നെ ഒരു അവസ്ഥ കുട്ടികളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കുട്ടികളിലും അല്ല. ഇത് കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. കുട്ടികളുടെ കുറ്റവാസനയെ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്നാണ് പറയുന്നത്. കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സ്വഭാവ വൈകൃതം. അത്തരത്തിലുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ, സൈക്കോപ്പതിക് മൈൻഡ്, അവർ കുറ്റബോധം ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. സമൂഹത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. 1, നമ്മളുടെ സിനിമകൾ ഇത് സ്വാധീനിക്കുന്നു. 2, ലഹരി സ്വാധീനിക്കുന്നു. 3, ഈ പേരന്റിങ്ങും ടീച്ചിങ്ങും പഴയ രീതിയിൽ
ലേക്ക് മടങ്ങണം എന്ന് ചില അഭിപ്രായം ഉയരുന്നു. ഈ 3 തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന മാർക്കോ പോലുള്ള സിനിമകൾ, കള, പണി, മുറ എന്നൊക്കെ പറഞ്ഞ് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ, എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ എന്ന റിവ്യൂ വരുന്ന സിനിമകൾ, ആ OTT സീരീസുകൾ, മലയാളത്തിൽ മാത്രമല്ല മറ്റ് സിനിമകളും, അനിമലാണെങ്കിലും കില്ലാണെങ്കിലും. അപ്പോൾ ഇത്തരം സിനിമകളും വെബ് സീരീസും ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു പ്രത്യേക മനോഭാവം പ്ലാന്റ് ചെയ്യുന്നുണ്ടോ, വളർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ടുന്നത് ഈ ഒരു സിനിമ കണ്ടിട്ട് ഏതെങ്കിലും സമാനമായ ഒരു സിനിമ കണ്ടിട്ട് വയലൻസിലേക്ക് പോവുകയല്ല. പ്രത്യേകിച്ച് അവരിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ പ്രോഗ്രാം ചെയ്യുന്നതിനും പ്രലോഭിപ്പിക്കുന്നതിനും ഈ ഇത്തരം സിനിമകളും ഇത്തരം പിന്നെ വിഷ്വൽസും ഒക്കെ കൂടുതലായിട്ട്. അപ്പോൾ അവർക്കൊരു പ്രവണത കാണും, അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കുറ്റവാസനയുടെ ഒരു പ്രവണത അവരിൽ ഉണ്ടായിരിക്കും. അത് കുട്ടിക്കാലം തൊട്ടേ വളർന്നു വരുന്നതുമായിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രവണതയുള്ള വൾണറബിലിറ്റി ഉള്ള ഒരു കുട്ടിയിൽ ഇത്തരം വിഷ്വൽസും അല്ലെങ്കിൽ ഇത്തരം സിനിമകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ മദ്യം, മയക്കുമരുന്ന് ഉപയോഗമൊക്കെ കുട്ടികളിൽ, ആ പ്രവണതയുള്ള കുട്ടികളിൽ അത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റവാസനയുടെ സ്വഭാവ രീതി. അതെ 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 അതിൽ ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 300 കുട്ടികളെ വെച്ചിട്ടുള്ള കുറ്റവാസനയെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയപ്പം ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സൈഡ് ഒബ്സർവേഷനായിട്ട് ഞാൻ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാരാരാണെന്ന് ഞാൻ നോക്കി. ഞങ്ങൾ അത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടല്ല, ഈ സ്റ്റഡി പ്രസിദ്ധീകരിച്ചു. പക്ഷേ അപ്പോൾ അതിൽ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് മലയാളത്തിലൊരു പ്രധാന നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സ്റ്റാറായിട്ടുള്ള ഒരു പ്രധാന നടനും തമിഴിലെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുപോലെയുള്ള വയലൻസ് സിനിമകൾ അഭിനയിക്കുന്ന ഒരു പ്രത്യേക നടൻ്റെയും പേരാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രായത്തിലുള്ള കുട്ടികൾ, ഞാൻ എടുത്ത കുട്ടികളുള്ള പ്രായത്തിൽ 8, 10 വയസ്സ്, 15 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരെന്ന് പറയുന്നത് വയലൻ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന പ്രത്യേക വലിയ സ്റ്റാറായിട്ടുള്ള 2 നടന്മാർ, തമിഴിലെയും മലയാളം. അപ്പോൾ അത് തന്നെ നമ്മൾ ഈ സമൂഹത്തെ ചെറിയ കുട്ടികളെ തന്നെ, ഇപ്പോൾ 5, 6 വയസ്സുള്ള കുട്ടികൾ തന്നെ പ്രത്യേക ഒരു നടൻ്റെ സിനിമ കാണാൻ വേണ്ടി പ്രത്യേകമായിട്ട് വീട്ടിൽ അടിയുണ്ടാക്കുന്ന കേസുകൾ ഞങ്ങളിത് വരാറുണ്ട്. മൊബൈൽ മാറ്റി വയ്ക്കുമ്പോഴോ TV ഓഫ് ചെയ്യുമ്പോഴോ അടി നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത്തരം കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഈ സ്കൂളിൽ ഈ വിദ്യാർത്ഥി ഒന്ന് ശാസിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ അവൻ മോശമായിട്ട് പോകുന്നൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകൻ വിദ്യാർത്ഥി ഒന്ന് ശാസിച്ചാൽ അത് അഭിമാന പ്രശ്നമാണെന്ന് കരുതി രക്ഷിതാക്കൾ അധ്യാപകന്റെ മെക്കിട്ട് കയറുന്നൊരു രീതിയുണ്ട്. പണ്ടുകാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂളിൽ 2 അടി കിട്ടിയാൽ ഞാൻ കോർപ്പറൽ പണിഷ്മെന്റ് ന്യായീകരിക്കുകയില്ല ഒരിക്കൽ കൂടി. എങ്കിൽ പോലും വീട്ടിലേക്ക് വന്ന് തിരിച്ചു പറയാനും മടിയുണ്ടാവും വിദ്യാർത്ഥിക്ക്. ഇനി അത് അറിഞ്ഞാൽ പോലും അവന് 2 കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ സ്നേഹത്തോടെ ശാസിച്ചു കൊണ്ടുപോകുന്ന രക്ഷിതാവുണ്ട്. രക്ഷിതാക്കൾക്കിടയിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതും ഒരു കാരണമാണോ ജയപ്രകാശ്? രക്ഷിതാക്കളുടെ ഇടയിലും കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങളായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു മാറ്റം രക്ഷിതാക്കളുടെ കാലത്തും സമൂഹത്തിൽ പൊതുവിലും സംഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിലും മൊത്തത്തിൽ പൊതുവിൽ ഈ അക്രമ സ്വഭാവത്തിൻ്റെ ഒരു രീതി വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ രക്ഷിതാക്കളെന്ന് പറഞ്ഞപ്പം ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പ്രായം എന്ന് പറഞ്ഞ ഒരു 35 വയസ്സെങ്ങാനും ആയിരിക്കും, മാക്സിമം 40 എങ്ങാനും ആവത്തതേ ഉള്ളൂ. അയാൾ ഒരു യഥാർത്ഥത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ രക്ഷിതാക്കൾക്കിടയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ടും ഉത്തരാഗോളീകരണ കാലഘട്ടത്തിലൊക്കെയുള്ള ഈ മത്സരാധിഷ്ഠിത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. പേരൻറ്റിങ്ങിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പേരൻറ്റിങ്ങിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പേരൻറ്റ് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനും അടുക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾ എന്തെന്നും വിശിഷ്യ കൗമാരകാലത്തിലേക്ക് എത്തുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് താല്പര്യങ്ങളും അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരുമായിട്ട് എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പേരൻ്റ് യഥാർത്ഥത്തിൽ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി അവർ സമയം ചെലവഴിക്കാൻ കഴിയാഞ്ഞതിന് അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അവരൊരു ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വലിയ സമ്മാനവുമായിട്ടായിരിക്കും കുട്ടിക്ക് വരുന്നത്. കുട്ടിക്ക് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബോ മൊബൈലോ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വില കൂടിയ സമ്മാനങ്ങൾ കൊടുത്താണ് പേരൻറ്റിങ്ങിലുള്ള കുറവ് നികത്താനായിട്ട് പേരൻസ് ശ്രമിക്കുന്നത്. അതുപോലെ ഈ പുതിയ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുഴുവൻ നേരവും വീഡിയോ ഗെയിം, കാർട്ടൂണുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്ത് തൊട്ടേ.
നമ്മളിപ്പോൾ SIT ആശുപത്രിയിൽ വന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 വയസ്സോ 1 വയസ്സൊക്കെ ഉള്ള കുട്ടി ആഹാരം കൊടുക്കുമ്പോൾ അമ്മ ഈ മൊബൈൽ ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മൊബൈൽ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു, അമ്മ കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ അവരുടെ ബ്രെയിൻ വളർച്ചയിൽ അവരുടെ അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷനെ അതുപോലെ തന്നെയുള്ള ശേഷികളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂറോണൽ സർക്യൂട്ടിന് പകരം അവരിൽ വയലൻസിൻ്റെ രീതിയിലുള്ള ബ്രെയിൻ സ്റ്റിമുലേഷൻ ആയിരിക്കും യഥാർത്ഥത്തിൽ കുട്ടികളിൽ നടക്കുന്നതെന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേഗത കൂടിയ കാർട്ടൂണുകളും അതുപോലെ വേഗത കൂടിയ വീഡിയോ ഗെയിമുകളും കാണുന്നതിലൂടെ കുട്ടികളിൽ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള അക്രമവാസന, ആക്രമണോത്സുക ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ആക്രമണോത്സുകതയും അല്ലെങ്കിൽ അക്രമവാസനയും ചെറിയ കുട്ടികളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ ഈ വീഡിയോ ഗെയിമിലെ തീം എന്ന് പറയുന്നത് എന്താ? ആക്രമിച്ച് കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി മുമ്പോട്ട് പോവുക, പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ പ്രതിസന്ധികളെ അടിച്ച് കീഴ്പ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണത 2 വയസ്സും 3 വയസ്സും 4 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ഈ അച്ഛൻ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അച്ഛനെ അതുപോലെ ഈ വീഡിയോ ഗെയിമിൽ ഒരു ഒബ്ജക്റ്റായിട്ടായിരിക്കും അവരുടെ മാനസികാവസ്ഥയിൽ 15 വയസ്സുള്ളൊരു കുട്ടിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിം കാർട്ടൂണുകൾ കാണുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ അവസ്ഥ തന്നെ ഞാൻ പറയുകയാണ്, 2-3 വയസ്സ് അവർക്ക് സംസാരിച്ച് ഒരാളുടെ അടുത്ത് കാര്യം നടത്തി എടുക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും, നെഗോഷിയേഷൻ സ്കില്ല് കുറവായിരിക്കും. പകരം അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കും അവരിൽ വളർന്നു വരുന്നത്. അവരിലാണ് ഈ കൗമാരകാലത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അഡോളസന്റ് ഡെവലപ്മെന്റൽ ചലഞ്ചസും കൂടെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരന്റിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഇഫക്റ്റീവ് പേരന്റിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേരന്റിങ്. കുട്ടികളുമായി സമയം ചെലവഴിച്ച് കുട്ടികളുമായിട്ട് നിശ്ചിത സമയം ദിവസേന ഒരുമിച്ച് ചെലവഴിക്കുന്ന സ്വഭാവ രീതികളും അതുപോലെ തന്നെ അവരുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് ചർച്ച ചെയ്ത് അടി കൊടുത്തിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന കുട്ടി ഏറ്റവും വലിയ അടിക്കാരനാകുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അടി കൊടുത്ത് അല്ലെങ്കിൽ സാറിന് കമ്പ് തിരിച്ചു കൊടുത്താൽ സാറെല്ലാവരും നന്നാക്കും എന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ തെറ്റായ വാദങ്ങളാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പേരൻറ്റിങ് തന്നെ വേണ്ടി വരും. മാത്രമല്ല ഞങ്ങൾ ഈ ഇത്തരം കേസുകളിലെ കുടുംബ പശ്ചാത്തലം വിലയിരുത്തിയിട്ടുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ. അപ്പോൾ കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ കുറ്റവാസനയുടെ കുഞ്ഞു രൂപങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം വിലയിരുത്തിയപ്പം പ്രധാനമായും 3 കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഒന്നൊരു ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻറ്റ്, നിരന്തരം വഴക്ക്. 2 ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഫാമിലി. 3 സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് സിംഗിൾ പേരൻറ്റ് ഫാമിലി. അപ്പോൾ ആൽക്കഹോളിസം, ഡൊമസ്റ്റിക് വയലൻസ്, സിംഗിൾ പേരൻറ്റ് ഫാമിലി, ഫാദർ അബാൻഡൻഡ് ഫാമിലി. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ താമസിക്കുകയാണെങ്കിലും വലിയ തോതിലുള്ള ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, കടുത്ത രീതിയിലുള്ള ശിക്ഷ കിട്ടി വളരുന്ന കുട്ടികൾ. ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ സീവിയർ കോർപ്പോറൽ പണിഷ്മെൻറ്റ് അങ്ങനെ കിട്ടുന്ന കുട്ടികൾക്കൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ കുറ്റവാസനയുടെ സ്വഭാവ രീതികൾ അവരുടെ 5-6 വിശദമായി തന്നെ ഡോക്ടർ ജയപ്രകാശ് നമുക്കിത് ഈ സമൂഹം ഉത്തരവാദിത്വത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വിഷയമായി മാറിയിരിക്കുകയാണ്. എനിക്കറിയാം സമയപരിമിതിയുണ്ട്. നമുക്ക് ഈ വിഷയം വൈകുന്നേരം കൂടി ആഴത്തിൽ ചർച്ച ചെയ്യണം ജയപ്രകാശ്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഓരോന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. താങ്കൾ നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കളും ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് കരുതുന്നു. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു പാഠം കൂടിയാണ്. താങ്ക് യു ജയപ്രകാശ്.